ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ചക്കയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പഴഞ്ചക്കേനെ കൊണ്ടാണ് ആക്കുന്നത് ഗൈസ്. ഇതാ പഴഞ്ചക്ക ഞാനെല്ലാം മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാനൊന്ന് വറുത്തെടുക്കുന്നതാണ്. ഏലക്കായും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പൊടിയുടെ കൂടെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെല്ലം ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തായി ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചക്കേനെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ചക്ക വരട്ടി എന്നിട്ട് അതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ചക്ക വരട്ടി ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചക്ക എടുത്തിട്ട് ഞാൻ അധികം എടുത്തിട്ടില്ല. കൈനെ കൊണ്ട് തന്നെ ഞാൻ എടുത്തിരുന്നു, സ്പൂണിനെ കൊണ്ട് കിട്ടുന്നില്ല ഗൈസ്. പഴഞ്ചക്കേനെ കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ചുടുന്നതാണ് കേട്ടോ, ഇതുവരെയും ചുട്ടിട്ടില്ല. എപ്പോഴും വരിക്കച്ചക്ക മുറിച്ചിട്ട് വരട്ടി എടുത്തിട്ടാണ് ഞാൻ ചുടാറുള്ളത്. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. എന്താകുമോ എന്തോ അറിയില്ല, നല്ലതായിരിക്കും എന്ന് എല്ലാവരും പറയുന്നേക്കാം. പഴഞ്ചക്ക കൊണ്ട് ചുട്ടാരെല്ലാം നല്ല അടിപൊളി ചക്കയപ്പാണ്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അതിപ്പോൾ വീഡിയോ പിടിച്ച് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പം ഞാനത് വരട്ടിയെടുക്കട്ടെ. വീഡിയോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. നെയ്യിൽ കുറച്ച് നേരം വരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെല്ലം ഉരുക്കിയതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് വരട്ടാം. അപ്പം നെയ്യിൻ്റെ രുചിയെല്ലാം കൂടി ഉണ്ടാകുന്ന നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണോ ആക്കൽ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും വിധത്തിലാണോ എനിക്കറിയില്ല. നമ്മളാക്കുന്നത് ഇങ്ങനെയാണ്. വരിക്കച്ചക്കയായാലും നമ്മൾ ഇതേപോലെ തന്നെ വരട്ടിയെടുക്കും, എന്നിട്ടാണ് ചക്കയപ്പം ചുടാറുള്ളത്. ഇതെല്ലാം ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് വെല്ലം ഉരുക്കിയിട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂട്ടിയിട്ട് നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. കൈക്ക് തെറിക്കും, മാറ്റേണ്ട ടൈമായി സ്പൂണ്. മറ്റേ മരത്തിൻ്റെ ചട്ടുകം തന്നെ എടുത്ത് കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടുക. സിമ്മിലാക്കി വെച്ചിന് ഞാൻ, അതുകൊണ്ട് കൈക്ക് തെറിക്കുന്നില്ല. എന്നാലും പറയാൻ പറ്റില്ല, മരത്തിൻ്റെതാണല്ലേ ഇതിനെന്തെന്നാലും നല്ലേ. അപ്പം ഞാൻ മരത്തിൻ്റെ ഇതെടുത്തു. അപ്പോൾ ഇതാ ഞാൻ മരത്തിൻ്റെ കിടക്കുന്നത് തന്നെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. എന്നിട്ടിത് വെല്ലവും കൂട്ടിയിട്ടൊന്ന് വരട്ടെ. അപ്പോൾ നമുക്കൊരു ലേശം ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കും. അത് ഞാനൊന്ന് ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ അകത്ത്. എന്നിട്ട് ഞാൻ ഈ പൊടി ഇതിൻ്റെ അകത്തിട്ടിട്ട് കുഴക്കുക.
വറവിൻ്റെ പാകത്തിനായി അത് എടുക്കാൻ നിൽക്കണ്ടല്ലോ. അവിടെ തന്നെ ഉപ്പുണ്ടല്ലോ. ഉപ്പിതാ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. നമ്മളെ ഉപ്പ് പാത്രം ഉണ്ടല്ലോ, കുഞ്ഞുപ്പ് പാത്രം. അപ്പം ഇതാ ഒരു ലേശം ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു ഉപ്പ്, അത്രയേ ഉള്ളൂ. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുത്ത് വെച്ച് അതും കൂടി ഇതിൻ്റെ അകത്തിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം നമുക്ക്. അരിപ്പൊടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് ഗൈസ്, കുറേശ്ശെ ആയിട്ട്. മുഴുവൻ ഇട്ടിട്ട് നോക്കാം. പോരെങ്കിൽ വീണ്ടും ഇടാം നമുക്ക്. ഇത് മതിയാവുമെന്ന് വിചാരിക്കുന്നു. ചൂടോടെ തന്നെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അങ്ങ് കുഴഞ്ഞോളും. അതാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തത്. തണിഞ്ഞിട്ടാകുമ്പോൾ നല്ല വൃത്തിയിൽ കൈ കൊണ്ട് കുഴച്ചെടുക്കാമല്ലോ. അതുവരെയും കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ല ഗൈസ്. ചൂടിൽ കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ലല്ലോ. അടിപൊളിയായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തണിഞ്ഞതിന് ശേഷം കയ്യിനെ കൊണ്ട് കുഴച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. തനിയട്ടെ ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇതാ ഞാനിതെല്ലാം ഉരുട്ടിയെല്ലാം എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്, തന്നിട്ടുണ്ട് ഇതിപ്പോൾ. ഇനി നമുക്കത് ഇലയിലേക്ക് പരത്തിയെടുക്കാം. ഇലയിലേക്ക് പരത്താൻ നോക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇല എടുത്തിട്ടുണ്ട്, വാട്ടിയിട്ട് ആ ഇല തുടച്ചിട്ട് ആ ഇലേൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്തിട്ട് വെക്കാം. ഇതേ മോഡലിലാണ് ഞാൻ ആക്കുന്നത്. ഏത് മോഡലിന് വേണ്ടിക്കും നമുക്ക് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതാക്കുന്നത്. ഇങ്ങനെയാണ് ആക്കുന്നത്. അപ്പോൾ ഇതാ ഇതിങ്ങനെ വെച്ച് എന്നിട്ട് ഇങ്ങനെ റോള് പോലെ ഉരുട്ടുക. എന്നിട്ട് നമ്മൾ മുട്ടായി കെട്ടുന്നത് പോലെ കെട്ടിക്കൊടുക്കുക. മുട്ടായി കെട്ടൂലേ അതേപോലെ. ഇതാ ഗൈസ്, നാരില്ല ഇപ്പം നമുക്ക്. ഇല്ല പിന്നെ വാഴനാരാണ് എടുക്കേണ്ടത്. വാഴനാരൊന്നും ഇല്ല ഇപ്പം. മഴയത്തായ കൊണ്ട് ചിലപ്പോൾ അച്ചിലെല്ലാം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വാഴനാര് എടുക്കാൻ നിന്നില്ല. പിന്നെ ഈ ചാക്കിൻ്റെ വള്ളി ഇല്ല. സാധനം കെട്ടിക്കൊണ്ടിരുന്ന് ഇപ്പം ഇങ്ങനെ കവറിലിട്ട് തരുന്നതുകൊണ്ട് ഇപ്പം അതില്ല. ഇതാ കണ്ടല്ലോ, ഇങ്ങനെയാണ് മുട്ടായി കെട്ടുന്ന പോലെ ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് വെക്കാം. എല്ലാം ഇങ്ങനെ ആക്കുന്നില്ല. ഇങ്ങനെ കെട്ടാൻ നാരില്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രം ഞാൻ ഇങ്ങനെയാക്കി ബാക്കിയുള്ള സാധാരണ പോലെ ആക്കുമായിരുന്നു. തൽക്കാലം 1-2 നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചുരുട്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇതാകുമ്പോൾ വേഗം കഴിഞ്ഞു. ഇങ്ങനെ റോള് പോലെയാക്കി ഇപ്പുറം മുട്ടായി കെട്ട് പോലെ കെട്ടി. എന്നിട്ട് നാരിൻ്റെ വിഷമം കാരണം പണ്ടെല്ലാം ഇങ്ങനത്തെ ഈ ആവശ്യത്തിന് നമ്മൾ നാരെടുത്ത് വെക്കും. കണ്ടല്ലോ, ഇതാണ് പരിപാടി. ഇങ്ങനെയാണ് ഞാനിത് ചുടുക. അപ്പം ഗൈസ്, അപ്പം ഇങ്ങനെ ഞാനെല്ലാം എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാ ഗൈസ്, ഞാനെല്ലാം ഇതാ ഇങ്ങനെയാക്കി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോന്ന്. തീയൊന്ന് കുറക്കട്ടെ, വെന്തിട്ടുണ്ടോ നോക്കാമല്ലോ നമുക്ക്.
ഹലോ ഗൈസ്. ഓ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ 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 ഇതാ കണ്ട. ഇതാ ഗൈസ് കാണുന്നുണ്ടല്ലോ. ഞാനിനി പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാ ഗൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, ഇതാണ് ചക്കയപ്പം. കണ്ട, അടിപൊളിയായിട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്ന എൻ്റെ വീഡിയോ. ഞാനിത് മുറിച്ചിട്ട് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പം എല്ലാവർക്കും മനസ്സിലാവും ചക്കയപ്പം അടിപൊളിയായിരുന്നു എന്ന്. അടിപൊളി ചക്കയപ്പം, സൂപ്പർ. കണ്ടല്ലോ, നല്ല അടിപൊളി ചക്കയപ്പം, നല്ല സോഫ്റ്റാണ്, അടിപൊളിയായിട്ട് വെന്തിന് എല്ലാം നല്ല കണ്ടീഷനാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് ഗൈസ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ബായ്, അടുത്ത വീഡിയോ ആയിട്ട് വരാം.